Okay, next നമുക്ക് നോക്കാം liquidity ratio or quick ratio. Liquidity ratio is the ratio of liquid asset or quick asset to current liabilities. അതായത് ലിക്വിഡിറ്റി റേഷ്യോ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് ഈക്വലൻസിലേക്കോ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റിനെ അല്ലെങ്കിൽ ലാബിറ്റീസിനാണ് നമ്മൾ പറയാറുള്ളത് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ നമുക്ക് പറയാം ക്വിക്ക് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോയുടെ ഇക്വേഷൻ ലിക്വിഡിറ്റി റേഷ്യോ ഇസ് ഈക്വൽ ടു ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ ലിക്വിഡ് ലാബിറ്റീസ്. ദ ക്വിക്ക് റേഷ്യോ ഓർ ലിക്വിഡിറ്റി റേഷ്യോ ഈസ് ദ ഡീൽ സ്റ്റാൻഡേർഡ് ഈസ് 1:1. അതായത് ലിക്വിഡിറ്റി അസറ്റും ലിക്വിഡിറ്റി ലാബിറ്റീസും 1:1 ആണെന്നുണ്ടെങ്കിൽ അത് ബെറ്റർ ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി റേഷ്യോ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സിമ്പിളാണ്. നമുക്കതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ: കാൽക്കുലേറ്റ് ക്വിക്ക് റേഷ്യോ ഫ്രം ദ ഫോളോയിങ്. ഡെപ്റ്റേഴ്സ് 2 lakh, ക്യാഷ് 10,000, ബിൽസ് റിസീവബിൾ 50,000, ബാങ്ക് ഓഫ് ഡ്രാഫ്റ്റ് 1,75,000, മാർക്കറ്റബിൾ സെക്യൂരിറ്റി 1 lakh, സൺട്രി ക്രെഡിറ്റേഴ്സ് 2,30,000, സ്റ്റോക്ക് 1,80,000, ബിൽസ് പേയബിൾ 75,000, പ്രീപെയ്ഡ് എക്സ്പെൻസ് 20,000. ഇത് നമ്മൾ എന്താക്കുക, 2 കൊളാക്കുക. ക്വിക്ക് അസറ്റ് എന്നും ക്വിക്ക് ലാബിറ്റീസ് നോക്കുക. ആ ക്വിക്ക് അസറ്റിൽ വരുന്ന കാര്യമാണ് ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, മാർക്കറ്റബിൾ സെക്യൂരിറ്റി മീൻസ് ഷെയർസ് അല്ലെങ്കിൽ ഷെയർസിനാണ് മാർക്കറ്റബിൾ സെക്യൂരിറ്റി എന്ന് പറയാറുള്ളത്. ദെൻ ക്യാഷ്, അതിൻ്റെ ടോട്ടൽ 3,60,000. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ക്വിക്ക് ലാബിറ്റീസ് നോക്കുക. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, അതിൻ്റെ ടോട്ടൽ 4,80,000. ഇതിലെന്ത് ചെയ്യുക, ക്വിക്ക് റേഷ്യോ ഇസ് ഈക്വൽ ടു ക്വിക്ക് അസറ്റ് മൈനസ് ക്വിക്ക് ലാബിറ്റീസ്. അപ്പോൾ 3,60,000 ഡിവൈഡഡ് ബൈ 4,80,000 ഇസ് ഈക്വൽ ടു 0.75:1 എന്നാണ് കിട്ടുക. പിന്നെ നമ്മളെ ബിലോ സ്റ്റാൻഡേർഡ് ആണ് അല്ലേ, നമുക്ക് പറഞ്ഞ ഐഡിയൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഐഡിയൽ സ്റ്റാൻഡേർഡ് ഈസ് 1:1 ആണ്. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് എത്രയാണ്, 0.7:1 എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇത് ഐഡിയൽ സ്റ്റാൻഡേർഡിന് താഴെയാണ് എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് അതിന് ഇൻ്റർപ്രിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. Quick ratio below is the standard. It indicates every 1 rupees of the current liabilities the firm has only quick asset worth ₹75. Hence the firm will face difficult in paying off its liabilities in time. The quick position is poor. അല്ലേ. അപ്പോൾ ഐഡിയൽ സ്റ്റാൻഡേർഡിനെ കാട്ടി ബിലോ ആയതുകൊണ്ട് ഇതെന്താണ്, ഈ കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷന് വളരെ കുറവാണ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല. ലിക്വിഡ് അസറ്റും ലിക്വിഡിറ്റി ലാബിറ്റീസും നോക്കുക. ലിക്വിഡിറ്റി അസറ്റിനെ എന്ത് ചെയ്യുക, ലിക്വിഡിറ്റി ലാബിറ്റീസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1:1 ആണ് കിട്ടുന്നതെങ്കിൽ ഐഡിയൽ സ്റ്റാൻഡേർഡാണ്. അതിൻ്റെ മുകളിൽ നല്ല സ്റ്റാൻഡേർഡാണ്, താഴേക്കാണെന്നുണ്ടെങ്കിൽ വെരി ബാഡാണ്, പൂറാണെന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞത് ലിവറേജ് റേഷ്യോ അല്ലെങ്കിൽ സോൾവൻസി റേഷ്യോ. സോൾവൻസി റേഷ്യോ, ദ ടേം സോൾവൻസി റെഫേഴ്സ് ദ എബിലിറ്റി ഓഫ് എ ഫേം ടു പേ ഇറ്റ്സ് ഔട്ട്സൈഡേഴ്സ് ബോത്ത് ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം. സോൾവൻസി റേഷ്യോ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്, വേർഡാണ്. നമ്മൾ ഔട്ട്സൈഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് സോൾവൻസി റേഷ്യോ ഒക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഒരു ബാങ്കോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ നമുക്ക് ലോൺ തരാം. സോൾവൻസി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്സൈഡേഴ്സിന് നമുക്ക് ക്യാഷ് തിരിച്ചു കൊടുക്കാനുള്ള നമ്മളെ കപ്പാസിറ്റി അളക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ് ലിവറേജ് റേഷ്യോ അല്ലെങ്കിൽ സോൾവൻസി റേഷ്യോ. അത് 2 രീതിയിലുണ്ട്. ഒന്ന് ഷോർട്ട് ടൈം ആണെങ്കിൽ ലോങ് ടൈം ആണെങ്കിൽ. ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ മേടിച്ച ഒരു ക്യാഷ് ആണെന്നുള്ളത് ഔട്ട്സൈഡേഴ്സിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം അവർ തരുള്ളൂ. ഈ ലോങ് ടൈമിനാണെങ്കിൽ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കുകയാണെങ്കിൽ അവരാദ്യം എന്ത് ചെയ്യും, നമുക്കറിയാം നമ്മളെ കമ്പനിയെ പറ്റി അവർ മനസ്സിലാക്കും. പ്രോഫിറ്റുള്ള കമ്പനിയാണോ, അവർക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ലോൺ തരുള്ളൂ. അപ്പോൾ അവർ കൺസിഡർ ചെയ്യുന്നത് ഈ സോൾവൻസി റേഷ്യോ ആണ്, ലിവറേജ് റേഷ്യോ എന്ന് പറയും. അതിൽ ഫസ്റ്റ് ആണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. തിരിച്ചടക്കുക, ഡെപ്റ്റ് പറഞ്ഞാൽ കടം മേടിച്ചാൽ നമുക്ക് തിരിച്ചടക്കാനുള്ള കപ്പാസിറ്റിയാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ് express the relationship between debt, external equity and equity, internal. So it's also known as external or internal equity ratio. There are 2 forms: long term debt equity ratio, short term debt equity ratio. എന്ന് പറയാം, നമുക്കറിയാം നമ്മൾ ഡെപ്റ്ററെ കടം മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞത്. അപ്പോൾ അവർ നോക്കൽ, നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു 10 ലക്ഷം രൂപയുടെ ലോൺ എടുത്തു. എൻ്റെ കയ്യിൽ ആപ്പാട് അസറ്റ് എത്ര ഉള്ളൂ, 5 ലക്ഷം ഉള്ളൂ. അപ്പോൾ എനിക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. 10 ലക്ഷത്തിന് 5 ലക്ഷം കൊണ്ട് എനിക്ക് കവർ ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇൻ കേസ് ഞാൻ 10 ലക്ഷം ലോൺ എടുത്തു, എൻ്റെ കയ്യിൽ 20 ലക്ഷം രൂപ അസറ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നുമില്ലെങ്കിൽ അസറ്റ് വിട്ടിട്ടെങ്കിലും
ലോണ് തിരിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കണ്ടുപിടിക്കുന്നത്. അത് ലോങ് ടേം ഉണ്ട്, ഷോർട്ട് ടൈം ഉണ്ട്. അതിൽ ഫസ്റ്റ് കൊണ്ട് നോക്കാം, ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നോക്കാം. ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഇസ് ഈക്വൽ ടു ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് എന്താണോ ഉള്ളത്. ലോങ് ടേം ഡെപ്റ്റ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഡെപ്റ്റേഴ്സ്, മോർഗേജ്, ഓൾ അതർ ലോങ് ടൈം ലോൺ. ലോങ് ടേം ഡെപ്റ്റ് ആണ് നമ്മൾ പുറമേ നിന്ന് ബോറോവേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡിബഞ്ചേഴ്സ് നമുക്ക് മോർഗേജ് എന്ന് പറഞ്ഞാൽ ലോണൊക്കെ ആയിട്ട് എടുക്കുന്നതാണ്, പണയം എന്നൊക്കെ പറയാറുണ്ട്. ഓൾ ലോങ് ടേം ലോൺസ്, ബാഗ് എന്നൊക്കെ ലോൺ എടുത്തിട്ടൊക്കെ നമുക്ക് ലോങ് ടേം ഡെപ്റ്റ് ചെയ്തുകൊണ്ട് ഉദ്ദേശിക്കുക, അതായത് ബോറോവേഴ്സ്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ, ഓൾ റിസർവ് ആൻഡ് സർപ്ലസ്. നമ്മുടെ കമ്പനിക്ക് സ്വന്തമായിട്ട് എന്താണുള്ളത്, ഇക്വിറ്റി, ഓൺ ഇക്വിറ്റി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഇക്വേഷനിൽ വരുന്ന കാര്യങ്ങളൊക്കെ ആയി. ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഇസ് ഈക്വൽ ടു ലോങ് ടേം ഡെപ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം, ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്വസ്റ്റ്യന് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. 20,000 equity shares of rupees 10 each 2 lakh, 10,000,9% for shares of rupees 10 each 1 lakh, reserve and surplus 10,000, 50% debentures 1,50,000, bank loan 2 lakh. സൊല്യൂഷൻ ഫസ്റ്റ് വന്ന് നോക്കാം. നമ്മൾ ഔട്ട്സൈഡേഴ്സ് എത്ര ഉണ്ട്, അല്ലെങ്കിൽ ഡെപ്റ്റ് എന്താ പറയുക, ലോങ് ടേം ഡെപ്റ്റ് എത്ര ഉണ്ട് എന്ന് ആദ്യം കണ്ടുപിടിക്കുക. അതുപോലെ നമുക്ക് സ്വന്തമായിട്ട് എന്താണ് ഇക്വിറ്റി എത്രയുണ്ട് അത് കണ്ടുപിടിക്കുക. ഇവിടെ ഔട്ട്സൈഡേഴ്സ് അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ളത് അന്ന് ഡെപ്റ്റേഴ്സ് ഡിബഞ്ചേഴ്സ് ആണ് 1,50,000, ബാങ്ക് ലോണ് അതെ. ദെൻ നെക്സ്റ്റ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആൻഡ് ഇക്വിറ്റി ഷെയർസ്. ഇനി നമുക്ക് സ്വന്തമായിട്ടുള്ള ഇക്വിറ്റിയാണ്. പ്രിഫറൻസ് ഷെയർസ് 1 lakh ഉണ്ട്, ഇക്വിറ്റി ഷെയർസ് 2 lakh ഉണ്ട്, റിസർവ് സർപ്ലസ് നമുക്ക് 1 lakh ഉണ്ട്. അങ്ങനെ ടോട്ടലിറ്റി. അപ്പോൾ ഇവിടെ ഔട്ട്സൈഡേഴ്സ് ലോങ് ടേം ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ 3,50,000 ആണ്. നമ്മുടെ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ 4 lakh ആണ്. അപ്പോൾ അതിന് നമുക്ക് നോക്കാം. ലോങ് ടേം ഇക്വിറ്റി റേഷ്യോ ഇസ് ഈക്വൽ ടു ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഇസ് ഈക്വൽ ടു 3,50,000 ഡിവൈഡഡ് ബൈ 2 lakh. 3,50,000 divided by 4 lakh is equal to 1:0.87. Interpretation long term debt equity ratio is good. അതായത് നമുക്ക് ഒരു രൂപ അതായത് 1 രൂപ എന്ന് പറയുകയാണെങ്കിൽ സിമ്പിളായിട്ട് പറയാൻ പറ്റും. 1 രൂപ നമുക്ക് സ്വന്തമായിട്ടുണ്ട്, പക്ഷേ നമ്മൾ മേടിച്ചിട്ടുള്ളത് 87.5 പൈസയാണ്. 1 രൂപയിൽ നിന്ന് 87.5 പൈസ നമുക്ക് സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും. അതാണ് ഇവിടെ ലോങ് ടൈം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഈസ് ഗുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുമില്ല, ഇവിടെ ഈ ഇക്വേഷനിൽ നമ്മൾ ആദ്യമായിട്ട് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ടോട്ടൽ ഡെപ്റ്റേഴ്സ് എത്രയുണ്ട് നോക്കാം. അതാണ് ലോങ് ടൈം ഇക്വിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സ് എന്ന് പറയാം. ഇനി നമുക്ക് സ്വന്തമായിട്ട് എന്താണോ ഉള്ളത് ഇക്വിറ്റി, അതിനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കിട്ടുന്ന എമൗണ്ട് 1:1 ആണെങ്കിൽ ഗുഡാണ്, അതിനെക്കാട്ടി കുറവാണെന്നുണ്ടെങ്കിൽ വെരി ഗുഡാണ് എന്ന് പറയാം. നെക്സ്റ്റ് ആക്ടിവിറ്റി റേഷ്യോസ്. ആക്ടിവിറ്റി റേഷ്യോ ഷോസ് how effectively a firm uses its available resource or assets. The ratio indicates effective in asset management. This ratio is also known as efficiency ratio or performance ratio or asset utilization ratio. Important activity ratio is working capital ratios. ആക്ടിവിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ അറിയാം, ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ആക്റ്റീവായിട്ട് നിൽക്കണം എന്നുള്ള മീനിങ് ആണ്. ഒരു കമ്പനിയുടെ എഫിഷ്യൻസി, അല്ലെങ്കിൽ നമ്മൾ കൊമേഴ്സിൽ പഠിക്കുന്ന ഒരു ടേമാണ് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് സ്കേഴ്സ് റിസോഴ്സ്. എന്താ മീനിങ്? നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ കൊമേഴ്സിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ടേം. അതുപോലെ തന്നെ നമ്മുടെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് ആക്ടിവിറ്റി റേഷ്യോ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റേഷ്യോ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ നോക്കാം എന്താണെന്ന് നോക്കാം. കറണ്ട് അസറ്റ് ചേഞ്ച് വിത്ത് ചേഞ്ച് ഇൻ സെയിൽസ്. ദിസ് മീൻസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് relationship between sales and working capital is called working capital ratio. The working capital turnover ratio is computed by the following formulas. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസുകളെ നമുക്കെന്താ പറയുക, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടി വരുന്ന എമൗണ്ടിനെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. അത് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, സെയിൽസും വർക്കിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള റിലേഷനെ നമുക്ക് എന്താ പറയുക, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയാം. അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു
നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. ടോട്ടൽ സെയിൽസ്, നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സെയിൽസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ സെയിൽസ് മീൻസ് നെറ്റായിട്ട് അവസാനം എത്രയാണോ സെയിൽസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നെറ്റ് സെയിൽസ് ഇനി എന്താണെന്ന് നോക്കാം. നെറ്റ് സെയിൽസ് ഈക്വൽ ടു ടോട്ടൽ സെയിൽസ് ഡിവൈഡഡ് ബൈ സെയിൽസ് റിട്ടേൺ. ഇപ്പോൾ 10,000 എനിക്ക് സെയിൽസ് ഉണ്ടെങ്കിൽ അതിൽ 1,000 രൂപ റിട്ടേൺ ഉണ്ടെങ്കിൽ ടോട്ടൽ സെയിൽസ് 10,000 നിന്ന് 1,000 കുറച്ച് കഴിഞ്ഞാൽ നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ 9,000 രൂപ. അതാണ് നെറ്റ് സെയിൽസ്. നെറ്റ് സെയിൽസ് ടോട്ടൽ സെയിൽസ് ഈക്വൽ ടു ക്യാഷ് സെയിൽസ് പ്ലസ് ക്രെഡിറ്റ് സെയിൽസ്. ഇപ്പോൾ ക്യാഷിന് ഒരാൾ സെയിൽസ് ചെയ്തിട്ടുണ്ട്, ക്രെഡിറ്റിന് ഒരാൾ സെയിൽ ചെയ്തിട്ടുണ്ട്. ആ രണ്ടും കൂടി കൂട്ടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക ടോട്ടൽ സെയിൽസ് കിട്ടുക. ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റീസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. ഓക്കെ, ഇനി നോക്കാം ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. കാൽക്കുലേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. സെയിൽസ് 5,75,000, സെയിൽസ് റിട്ടേൺ 15,000, കറണ്ട് അസറ്റ് 2 lakh, കറണ്ട് ലയബിലിറ്റീസ് 1,20,000. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സെയിൽസും തന്നിട്ട് സെയിൽസ് റിട്ടേണും തന്നിട്ട് കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റീസ്. വർക്കിംഗ് ക്യാപിറ്റൽ അതിൻ്റെ ആൻസർ നോക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഈക്വൽ ടു നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. ഇവിടെ അലൈൻമെൻറ്റ് മാറിയതാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഈക്വൽ ടു നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. നെറ്റ് സെയിൽസ് ഈക്വൽ ടു ആദ്യം നമുക്ക് നെറ്റ് സെയിൽസ് കാണാം. ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. ക്വസ്റ്റ്യൻ ഉണ്ട്. ടോട്ടൽ സെയിൽസ് 5,50,000 നിന്ന് 15,000 കുറച്ചാൽ 5,60,000. വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ 2 lakh ആണ്. അതിന് കറണ്ട് ലയബിലിറ്റീസ് ആയ 1,20,000 കുറച്ചാൽ 80,000. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് സെയിൽസും കിട്ടി, വർക്കിംഗ് ക്യാപിറ്റലും കിട്ടി. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? 5,60,000 ഡിവൈഡഡ് ബൈ 80,000 ഈക്വൽ ടു 7 ടൈംസ്. നമ്മളിവിടെ ടൈംസിലാണ് ഇവിടെ സാധാരണ പറയാറുള്ളത്. വർക്കിംഗ് ക്യാപിറ്റൽ 7 ടൈംസ് അല്ലെങ്കിൽ 7 ഇരട്ടി എന്നൊക്കെ പറയാറില്ല. 7 ടൈംസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു നല്ലൊരു വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സിമ്പിളാണ്. നെക്സ്റ്റ്, സെയിൽസ് ഡിപ്പെൻഡ് ഹൗ ഫിക്സഡ് അസറ്റ്സ് ആർ യൂട്ടിലൈസ്ഡ് ഇൻ ബിസിനസ്. ഫോർ knowing whether fixed assets are effectively utilized or not, fixed asset turnover ratio is used. എന്തിനു വേണ്ടിയിട്ടാണ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ യൂസ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നമുക്കറിയാം സെയിൽസ് എത്രത്തോളം ഫിക്സഡ് അസറ്റുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നറിയുന്നത് വേണ്ടിയിട്ടാണ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഈക്വൽ ടു നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ നെറ്റ് ഫിക്സഡ് അസറ്റ്സ്. നെറ്റ് സെയിൽസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ടോട്ടൽ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറച്ചാൽ എന്ത് കിട്ടും? സെയിൽസ് കിട്ടും. പിന്നെ അതുകൂടാതെ ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും നമ്മളിവിടെ കൺസിഡർ ചെയ്യും. നെറ്റ് ഫിക്സഡ് അസറ്റ് മാത്രമേ ഇനി നമുക്ക് കാണേണ്ടതായിട്ടുള്ളൂ. നെറ്റ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ അസറ്റിൽ നിന്ന് ഡിപ്രീസിയേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ചിട്ട് ആക്ച്വൽ അസറ്റ് എത്രയാണോ അതാണ് നെറ്റ് ഫിക്സഡ് അസറ്റ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. കാൽക്കുലേറ്റ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ഫിക്സഡ് അസറ്റ് അറ്റ് കോസ്റ്റ് 2,40,000, അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ 40,000, ഗ്രോസ് സെയിൽസ് 12,50,000, സെയിൽസ് റിട്ടേൺ 50,000, ഇൻവെസ്റ്റ്മെൻറ്റ് 1,50,000. ആൻസർ നോക്കുക. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ നെറ്റ് ഫിക്സഡ് അസറ്റ്സ്. നെറ്റ് സെയിൽസ് ഈസ് ഈക്വൽ ടു ഗ്രോസ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. അതായത് 12,50,000 മൈനസ് 50,000 ഈസ് ഈക്വൽ ടു 12 lakh. അതാണ് നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടുന്നത്. ഫിക്സഡ് അസറ്റ് ഈസ് ഈക്വൽ ടു 2,40,000 മൈനസ് 40,000. 2,40,000 പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ് അറ്റ് കോസ്റ്റ് ആണ്. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ ആയിട്ടുള്ള എമൗണ്ട് 40,000 കുറച്ച് കഴിഞ്ഞാൽ 2 lakh കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നെറ്റ് സെയിൽസും കിട്ടി, നെറ്റ് ഫിക്സഡ് അസറ്റും കിട്ടി. അപ്പോൾ അത് ഇൻഡിക്കേഷൻ യൂസ് ചെയ്യുക. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ നെറ്റ് ഫിക്സഡ് അസറ്റ്. 12 lakh ഡിവൈഡഡ് ബൈ 2 lakh ഈസ് ഈക്വൽ ടു 6 ടൈമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് എന്ത് നെറ്റ് അസറ്റ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞത്. സിമ്പിളാണ്. ഇക്വേഷന് മനസ്സിലാക്കിയിട്ട് അതങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതി. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്രോബബിലിറ്റി റേഷ്യോസ്.